2 ദിവസം മുന്നേ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഞാൻ തറവാട്ടിലാണ്. അപ്പോൾ പെലയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ദിവസത്തെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങളെ കാര്യം മരിച്ചു കഴിഞ്ഞാൽ പെൺമക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ആരെയും നെൽപ്പാലിരിക്കാന്ന് പറയും. ഈ പ്രാവശ്യം എല്ലാവർക്കും ഓരോ തിരക്കളായി. ജീവിതം എന്നാൽ കാലി സവനപ്പ് കുപ്പി പോലെയാണ്. ഗ്യാസ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇതാണ് ജീവിതവും ജീവനും തമ്മിലുള്ള വ്യത്യാസം. ചത്താ ചത്ത്, ജീവിച്ച ജീവിച്ച്. അതുകൊണ്ട് കുന്തളിപ്പുകൾ കാണിക്കാതെയൊക്കെ മര്യാദയ്ക്ക് പോയാൽ എല്ലാവർക്കും കൊള്ളാം. അല്ലെങ്കിൽ ചത്ത ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാൻ കാണത്തില്ല. അപ്പം നമ്മുടെ വിഷയം അതല്ല. ഞാനൊരു ആദ്യം ഒരു മോട്ടിവേഷൻ തന്നേ ഉള്ളൂ. നമ്മുടെ വിഷയം അതല്ല. നമ്മളെ ഇന്നത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഗമനം കൊണ്ട് അങ്ങോട്ട് ഭാഷയാത്രയാണ്. ചത്തു കഴിഞ്ഞാലും പെറ്റു കഴിഞ്ഞാലും ആഘോഷമാണ്. എന്ത് ചെയ്യുക, അങ്ങനെയാണ്. ഒരു ജീവൻ വരുമ്പോഴും ആഘോഷം, ഒരു ജീവൻ പോകുമ്പോഴും ആഘോഷം. എന്തൊക്കെ പറഞ്ഞാലും ആര് മരിച്ചാലും ആര് ചത്താലും എനിക്കൊരു ഗുരുവില്ല, ഞാൻ പ്രൊമോഷൻ ചെയ്യും. സ്വന്തം അപ്പൻ ചത്താലും സ്വന്തം അമ്മ ചത്താലും സ്വന്തം കെട്ടിയവൻ ചത്താലും ഇതേ പരിപാടി ചെയ്യണം ഈ പറയുന്നവരൊക്കെ. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ്. പണത്തിന് വേണ്ടിയിട്ട് ഓടുന്നത് നല്ലതാണ്. പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കിയാൽ ഈ ജീവിതം ജീവിക്കാനും പറ്റും, നമുക്കിവിടെ അടിപൊളിയായിട്ട് നിൽക്കാനും പറ്റത്തുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് പുറം മറന്ന് എണ്ണ തേക്കാൻ നിൽക്കരുത്. കേട്ടാ പന്നേഴ്സ് വ്ളോഗ് അറിയാമല്ലോ. ഉപ്പും മുളകും ലൈറ്റാണ്. ഉപ്പും മുളകിൻ്റെ ലൈറ്റ് വെർഷനിൽ അവരിപ്പോൾ പുതിയൊരു സംഭവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു അച്ഛമ്മ കണ്ടൊക്കെ മരിച്ചു പോയായിരുന്നു. മരിച്ചപ്പോൾ പൊന്നൂസ് വ്ളോഗ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടി അച്ഛമ്മ മരിച്ച സന്തോഷം അറിയിച്ച് അതിൻ്റെ ഇടയിൽ കൂടി പ്രൊമോഷനും ചെയ്യുന്നു. ഇത് കണ്ട് കൈയടിക്കാൻ വേറെയും കുറച്ച് പേര്. എനിക്കൊന്നും പറയാനില്ലടേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിയായിരിക്കും ഞാൻ വിളിക്കുന്നത്. അല്ലാണ്ട് എന്ത് പറയാനാ? അറ്റ്ലീസ്റ്റ് നിനക്ക് ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു പോർഷനെങ്കിലും ഒഴിവാക്കിയാൽ പോരായിരുന്നോ? നിന്റെ അച്ഛമ്മ മരിച്ച കാര്യമെങ്കിലും നിനക്ക് ഒഴിവാക്കിയിട്ട് നിനക്കത് പ്രൊമോട്ട് ചെയ്തിട്ട് പൊയ്ക്കൂടായിരുന്നോ? എന്തിനാണ് നാട്ടുകാരുടെ ഇടയിലോട്ട് അതും കൂടി ഇങ്ങോട്ട് കുത്തി ചെരുവ് ഇട്ട് കൊടുത്തത്? എന്നാ ഉണ്ടാക്കാനാ? എന്തായാലും നമ്മുടെ പുരോഗമന ചിന്താഗതിയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിയുമ്പോൾ അടുത്ത ആൾക്കാരൊക്കെ അവിടെ മരിക്കാൻ തുടങ്ങുമ്പോൾ ലൈവ് പോകും. ഹലോ ഗായ്സ്, പോയി നമുക്ക് ഇന്ന് ഇവിടെ കെട്ടിയിരിക്കുന്ന ഷാമിയാറിന്റെ കമ്പനിയെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഗൈസ്. ഇത് കെട്ടിയിരിക്കുന്ന എന്റെ ദാസപ്പൻ ചേട്ടനാണ്. ദാസപ്പനും കണ്ണപ്പനും കൂടിയാണ് കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് തുടങ്ങിയിട്ട് നാളത്തെ റിസർവ് ടൈം സാമ്പാറും ഇന്ന കാറ്ററിംഗ് സർവീസ് ആണ് കേട്ടോ ഗൈസ് എന്ന് പറഞ്ഞ് പ്രൊമോഷൻ കൊടുത്തോണ്ടിരിക്കും. ഈ ലെവലിലോട്ടാണ് കാലഘട്ടം പോകുന്നത്. അപരാധം ഹേ, ക്യാ അപരാധ ഹേ? ഇത് നമ്മുടെ കേരളം, കൊച്ചു കേരളം നഹി ഹേ, ഇത് ബെഡാ കേരളം, വലിയ കേരളമാണ്. നമുക്ക് എന്തായാലും സമയം വെച്ച് കളയണ്ട, താമസിപ്പിക്കണ്ട, തുടങ്ങാം. കണ പ്രൊമോഷനിലോട്ട് തുടങ്ങാം. ആരംഭിച്ചട്ടെ. 2 ദിവസം മുന്നേ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഞാൻ തറവാട്ടിലാണ്. ഓക്കെ, 2 ദിവസം മുന്നേ തന്റെ അച്ഛമ്മ മരിച്ചിട്ട് താൻ തറവാട്ടിലാണ്. അപ്പോഴാണ് കേൾക്കേണ്ടത്. പെലയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ദിവസത്തെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓക്കെ, കുറച്ച് ദിവസമായിട്ട് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല എന്നാണ് പൊന്നൂസ് പറയുന്നത്. പക്ഷെ പുറത്ത് പോയില്ലെങ്കിൽ എന്താ, അകത്ത് വെച്ച് തന്നെ ഉണ്ടാക്കുന്നില്ലേ ഉണ്ടാക്കല്. കാര്യം മരിച്ചു കഴിഞ്ഞാൽ പെൺമക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ആരെയും നെൽപ്പാലിരിക്കാന്ന് പറയും. ഈ പ്രാവശ്യം ഓക്കെ, പെൺമക്കളോ പേരക്കുട്ടികളോ ഉണ്ടെങ്കിൽ എന്തോ പായലൊക്കെ ഇരിക്കുന്നു പറയാം. എനിക്കറിയത്തില്ല കേട്ടോ ചടങ്ങ്. ഇനി അവരുടെ ഏരിയയിലെ നാട്ടിലൊക്കെ ഉള്ള ചടങ്ങുകളൊക്കെ ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ എന്തോ ചടങ്ങുണ്ടെന്ന് പറയുന്നു. പായലിരിക്കാനാണെങ്കിൽ എന്ത്, പായലിരുന്നും കൊണ്ട് കൊണ അടിക്കുകയല്ലേ, അത് കേൾക്കാം. ഓരോ തിരക്കളായോണ്ട് ഞാനായിട്ട് ഇരുന്നത്. അപ്പൊ എനിക്ക് ഒരു 10 ദിവസത്തേക്ക് ഇവിടെ എഴുന്നേക്കാൻ പറ്റില്ല. 10 ദിവസം കുണ്ടി എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, കുണ്ടിക്ക് അവിടെ വെക്കാനാണ് ഇതെങ്കിലും എന്നാ കുഴപ്പം? ഇപ്പോ പ്രൊമോഷൻ കിട്ടിയില്ലേ? പ്രൊമോഷൻ ഇതിന്റെ കുണ്ടി അവിടെ വച്ച് ഉറപ്പിച്ച് 10 ദിവസം ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയില്ലേ? എന്തോന്നാടേ പൊന്നൂസേ, പണം വേണോടെ. പക്ഷേ ഇത് കുറച്ചധികം പറ്റായി പോയി. ഒന്നും പറ്റില്ല. അതായത് എഴുന്നേക്കാൻ ഒന്നിനും പറ്റത്തില്ല 10 ദിവസത്തേക്ക് എന്നാണ് പൊന്നൂസ് പറഞ്ഞു വെക്കുന്നത്. 10 ദിവസം താൻ ടഫിലൂടെയാണ് പോകുന്നത്. താൻ കടന്നു പോകുന്ന വഴികൾ മുള്ളും കല്ലും നിറഞ്ഞതാണ്. തന്തേന്നുള്ളതൊന്നും ഇല്ലേ ഇതിനൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ? സ്വന്തം അച്ഛമ്മ മരിച്ച് 10 ദിവസം എഴുന്നേക്കാൻ പറ്റൂല. പക്ഷെ അതിന്റെ അകത്തിരുന്നും കൊണ്ട് കാണിക്കുന്ന അപരാധമാണ് അതിനേക്കാളും. കെട്ടിയോ ഒരു മൊണ്ണയുണ്ട്, എവിടെയാടാ വല്ലതൊക്കെ പറഞ്ഞു കൊടുത്തുകൂടെടാ? കഷ്ടം. എടുത്തു കൊടുക്കണം. അവന്റെ ലിപ്പ് ഫുള്ള് പൊട്ടി ട്രൈ ആയിട്ടിരിക്കണം. അവൻ മറ്റേ പാക്കറ്റ് എടുത്തു കൊടുക്കണം. മുകളിൽ പ്രോഡക്റ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മൊണ്ണ, കാട്ടുമൊണ്ണ. നിന്നെയൊക്കെ അല്ലാണ്ട് എന്നാ പറയാനാടാ? ഇതിന്റെ ഇടയിൽ തന്നെ നിനക്ക് പ്രൊമോഷൻ നടത്തുന്നോടാ. 10 ദിവസം എഴുന്നേക്കാൻ പറ്റൂലെന്ന്. അതിന് ആ ചടങ്ങ് പോലും കഴിയുന്നതിന് മുന്നേ അവിടെ ഇരുന്നും കൊണ്ട് സാധനം പ്രൊമോട്ട് ചെയ്ത് വിട്ടുകൊടുക്കുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് നിനക്ക് അവിടെ ഇരുന്നും കൊണ്ട് സാധാരണ നോർമലി പ്രൊമോട്ട് ചെയ്ത് പോയാൽ പോരായിരുന്നു. പറ്റത്തില്ല. ഇത് കോൺട്രവേഴ്സി ആക്കിയിട്ട് 10 ആൾ അറിയിച്ചും കൊണ്ട് അതിനെ 10 ചർച്ചാ വിഷയമാക്കി ആ പ്രൊമോഷൻ വീഡിയോ അത്യാവശ്യം കുറെ പേര് കാണണം, ലക്ഷക്കണക്കിന് ആൾക്കാർ. അതിന് വേണ്ടിയിട്ടുള്ള ഒന്നാം ഊഫിയ പരിപാടി. ഡെർമഡോക്കിന്റെ ഡിപ്പോട്ടാകുമ്പോ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അമ്മച്ചി മരിച്ച് പായുന്നെടുത്തില്ല. അതിനെന്താ ഡെർമഡോക്കിന്റെ ഡിപ്പോ ലോക്ക് വാങ്ങിച്ച് തയ്ക്കണം.
ലിപ്പർ ലോക്ക്, പക്ഷെ എന്ത് സാമാനം എന്തോ ഇതൊക്കെ വാങ്ങിച്ച് തേക്കണമെന്ന്. കൊള്ളാം, നല്ല കൾച്ചറാണ്. ഇങ്ങനെ തന്നെ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. എന്തിനാടാ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? എനിക്കതേ ചോദിക്കാന്നുള്ളൂ. വീട്ടിലൊരു മരണം നടന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി പ്രൊമോഷൻ. ഒരു കാര്യം ചെയ്യാത്തത് അച്ഛമ്മയെ അങ്ങ് ലൈവ് ഇട്ട് പ്രൊമോട്ട് ചെയ്ത് വിടാത്തത് 10 ആൾക്കാർ കാണത്ത അച്ഛമ്മയുടെ അവസാന ആഗ്രഹം കൂടി അങ്ങ് ആവുമായിരുന്നല്ലോ. അച്ഛമ്മ ഇപ്പോൾ 10 ആൾക്കാർ പറഞ്ഞ് പോകുന്നതിന് മുന്നേ അച്ഛമ്മ എല്ലാവരും കണ്ടിട്ട് അങ്ങ് പോവായിരുന്നല്ലോ. ഇഷ്ടം ഡെർമാഡോക്ക് ക്യാപ്പ് കോപ്പ് എന്തായാലും നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഡെർമഡോക്കിൻ്റെ തിണ്ടിൽ ലിപ് ബാമാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യും, 2 നെറ്റിപ്പട്ടം വെച്ച് 2 തുമ്പിക്കൈയും വെച്ചിട്ട് ഫ്രണ്ടിൽ പോയി എഴുന്നള്ളത്തിന് നിൽക്കുന്നു, അല്ലെങ്കിൽ നില്ല്. അമ്മച്ചി മരിച്ച് അപ്പുറത്ത് കിടക്കുന്നു, പായിന്ന് 10 ദിവസം എണീക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവളെ മറ്റേ ലിപ്സ്റ്റിക്ക് വിട്ടിരുന്ന് തേച്ചോണ്ടിരിക്കുന്നു. ചെല്ലേ എന്തോന്നിടേ ഇത്, ചെല്ലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മാവനായി. ഈ ഒരു ലിപ് ബാം നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലെല്ലാം യൂസ് ചെയ്യാൻ കാരണം അതെ, ആരെങ്കിലും മരിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ലിപ് ബാം വെച്ചൊക്കെ തേച്ചാൽ മതി. ഡെർമഡോക്കിൻ്റെ നല്ല 1-ാം തരം പ്രൊമോഷൻ. സ്വന്തം അച്ഛമ്മയുടെ മരണം വെച്ച് നീ പ്രൊമോഷൻ നടത്തിയില്ലടി. നീയൊക്കെ ഒരു പേരക്കുട്ടിയാ, നല്ല കുട്ടി, 1.5 കുട്ടി. ഇതെന്തോന്നടേ ഇത്? സത്യം പറയല്ലേ, എനിക്ക് 2നും പച്ച തെറി വിളിക്കാനാണ് തോന്നിയത്. ആ വാഴ മൊണ്ണ അടുത്തിരുന്ന് നിനക്ക് എടുത്തു തരാണ്. ടിന്റ് പ്ലസ് ലിപ് കെയറും കൂടിയാണ്. ഇതിന്റെ ഷെയ്ഡ് ബെറിത്തിന്റെ ആയതുകൊണ്ട് തന്നെ ലിപ്പിന് നമുക്ക് സൂപ്പർ ഷൈൻ കൂടി കിട്ടും. നീ എഴുന്നേക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എണീറ്റ് നിന്നാണല്ലോ വീഡിയോ ചെയ്യുന്നത്. എന്തിനാ ഇത്? അമ്മച്ചിയെ വടിയാക്കിപ്പിച്ചിട്ട് അത് വെച്ച് പ്രൊമോഷൻ. കൊള്ളാം. SPF 15 PA++ പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് കിട്ടും. നിനക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൂടി ഒരുമിച്ച് ഇങ്ങനെയാണെങ്കിൽ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ കിട്ടും. ഇങ്ങനെയൊക്കെ ഉണ്ടാടേ മനുഷ്യന്മാര്. ഉണ്ടല്ലേ അമ്മച്ചി. നിങ്ങളായിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം ചെന്ന അമ്മച്ചി. കാരണം അമ്മച്ചിയുടെ മരണത്തോടനുബന്ധിച്ചിട്ട് നിങ്ങളുടെ പേരക്കുട്ടിയാണെങ്കിൽ ലിപ് ബാം പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഡെർമഡോക്കിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രൊമോഷനായിരിക്കും ഇത്. സ്വന്തം അമ്മച്ചി മരിച്ചു കിടന്നാലും ലിപ് ബാം ഇടുന്ന പേരക്കുട്ടി, അതായിരിക്കണം നിങ്ങളുടെ ടൈറ്റിൽ. അത്രയും വലിയൊരു ടൈറ്റിൽ കൊടുത്ത് നിങ്ങളും ഇത് പ്രൊമോട്ട് ചെയ്ത് വിടണം. അത്രയ്ക്ക് വലിയ പ്രൊമോഷൻ അല്ലേ? സ്വന്തം അമ്മച്ചി മരിച്ചു കിടന്നാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ സ്വന്തം തന്ത നാളെ ചത്ത് കിടന്നാലും കുഴപ്പമില്ല, നമുക്ക് ലിപ് ബാം ഇട്ടുകൊണ്ടിരിക്കുക. ഈ സെറ്റപ്പാ സാധനം. ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങൾ, ഇങ്ങനെയും കുറെ വൃത്തി കെട്ട മനുഷ്യന്മാർ. ഇതിനെ ന്യായീകരിക്കുന്ന ഒരു വിടലുണ്ട്, അതിനെ വരുത്തി കാണിച്ചു തരാം. ഈ ലിപ് ബാം നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. നല്ലൊരു ഗ്ലോയും നമുക്ക് ഫേസിലേക്ക് കിട്ടും. ഒരു മേക്കപ്പ് പുറത്തിറങ്ങാൻ പറ്റും. അത്രയും നല്ല ഫ്രഷ്നെസ് ലുക്ക് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകും. അതെ, അമ്മച്ചി മരിച്ചടക്കുന്നത് അമ്മച്ചിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും പിന്നെ ഫ്രഷ് ലുക്കോടെ കാണാം. നല്ല 1.5 ഫ്രഷ് ലുക്കായിരിക്കും. കലക്കൻ, നീ ഒരു കില്ലാടി തന്നെ ടീമല്ലേ, നീ ഒരു കില്ലാടി തന്നെ. ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ സെറമേഡ്, ഹൈഡ്രോടോണിക് ആസിഡ്, നിയാസെറമേഡ്. അമ്മച്ചി ഹൈഡ്രോണിക് ആസിഡ് ഒക്കെ കിട്ടുമെന്ന് എന്തായാലും എല്ലാം കൂടി കിട്ടും. നീ കുറച്ച് അല്ലാത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് വാങ്ങിച്ച് കൂടി, അതോടെ തീരിട്ട് ഈ പ്രശ്നം അങ്ങ് തീർന്നു കിട്ടുമായിരുന്നല്ലോ. പക്ഷെ എന്തൊക്കെ അപരാധങ്ങളാവുമ്പോ കാണേണ്ട. നമുക്ക് വൺസ് മോർ പ്ലീസ്. Oh, amazing. Yeah. Oh, amazing. The Pannus will put lip balm into Kaigal. ഇതൊക്കെ എവിടെ ഇടണം? എന്തുവാ സാധനം? Wow, amazing. Wow, what a fantastic lip balm. Ammachi is on Shavkudiram, but Kochumol, Chermol is on lip balm. Dermadog. Wow, amazing. അടിച്ച് കയറി വാ. ഹൈപ്പ് കേറി എങ്ങോട്ട് ഇത്? വാ. അമ്മച്ചി ചത്തുപോയാ തട്ടിപ്പോയാ എന്താണ് കുഴപ്പം? കൊച്ചുമോള് ലിപ് ബാം ഒക്കെ ഇട്ട് നിൽക്കുകയില്ലേ? അമ്മച്ചിക്ക് ഇതിൽ പരം സന്തോഷം ഇനി കിട്ടാനുണ്ടാ? ഒന്നും പറയാനില്ല. ഇനി നമ്മുടെ ഉപ്പുമുളക് ലൈറ്റിലെ ചാച്ചിയും ചാട്ടനും കൂടി പറയുന്നത് കേട്ടോ. എന്താ ചേട്ടനും ചേച്ചിക്കും വിഷമമുണ്ട്. കാരണം വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ പറ്റുന്നില്ല. എന്തായാലും മോള് വന്നിട്ട് ഉപ്പുമുള്ള ലൈറ്റിലെ ചേച്ചിയുടെ മോള് വന്നിട്ട് ലിപ് ബാം ഒക്കെ അമ്മച്ചി മരിച്ചു കിടന്നാലും പ്രൊമോട്ട് ചെയ്തു. പക്ഷെ ഇവരും എടുക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റുന്നില്ല. കേൾക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ തറവാട്ടില്ല. നമ്മളൊക്കെ അവിടെ ആയിരുന്നു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇവിടെ ഒരു പരിപാടി ഇല്ലായിരുന്നു എന്നാണ് നമ്മുടെ അമ്മച്ചി പറഞ്ഞു വരുന്നത്. അമ്മച്ചിയല്ല, ഉപ്പുമുള ലൈറ്റിൽ ആൻറ്റി പറയുന്നത്. ഇപ്പം മോളെ ലൈറ്റിലെ ചേച്ചിക്കാണ് ഫുള്ള് പെൻഡിങ്ങിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി തട്ടിപ്പോയി അപ്പുറത്ത് കിടക്കുകയാണ്, പക്ഷേ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എല്ലാം പെൻഡിങ്ങിൽ നിൽക്കുകയാണ്, എല്ലാം കട്ടക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഒരു പരിപാടി നടക്കാത്തൊരവസ്ഥയിലാണ്. പൊന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു,
ഒരു ഷോർട്സ്, ഒരു ലിപ് ബാമിന്റെ അമ്മച്ചി നേരെ അടുത്ത് കറങ്ങി വരുന്നത് നമ്മുടെ പൊന്നൂസ് ഇട്ടിട്ടുള്ള ലിപ് ബാമിലോട്ടാണ്. ലിപ് ബാം പൊന്നൂസ് ഇട്ടതിനെ തുടർന്നിട്ടാണ് പൊന്നൂസ് ഇപ്പോൾ ഡെർമഡോക്കിന് തന്നെ വലിയൊരു പ്രൊമോഷൻ കൊടുത്തിട്ട് ഈ ലെവലിൽ നിന്ന് ആളി കത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഇത്രയും വലിയൊരു പ്രൊമോഷൻ ഈ ഡെർമഡോക്കിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം മരണ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം തന്ത ചത്ത് കിടന്നാലും കുഴപ്പമില്ല, ഡെർമഡോക്കാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും വലിയൊരു പ്രൊമോഷനാണ് ഡെർമഡോക്കിന് നമ്മുടെ പൊന്നൂസ് കൊടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ. അതായത് ഇതുപോലത്തെ ഒരു ചെറുമോളെ അമ്മച്ചിക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു ചെറുമോളെന്ന് ഒരിക്കലും ഒരു അമ്മച്ചിക്കും കിട്ടാൻ പോകുന്നില്ല. അത്രയും വലിയൊരു സംഭവത്തിലൂടെയാണ് അമ്മച്ചിയുടെ അവസാന യാത്രകൾ കടന്നു പോയിട്ടുള്ളത്. അതുപോലെ ഉപ്പുമുളക് ലൈറ്റിലെ ആൻറ്റിക്കും ചേട്ടനും വീഡിയോ ഇടാൻ പറ്റാത്ത സങ്കടം. ഇത്രയും ദിവസം തറവാട്ടിലായിരുന്നത് കൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതെ ആകുന്നു. വീഡിയോസ് ഇടാതെ ആ ഒരു വെപ്രാളത്തിൽ അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഇതിന് മേലെ നീ അതെ, ഏതൊരു പൊട്ടനും അറിയാലോ അത് പ്രൊമോഷൻ ആണെന്ന്. അതെ, പ്രൊമോഷൻ ആണല്ലോ ചെയ്തത്. കാരണം അമ്മച്ചി മരിച്ചിടന്നാലും എന്ത് നമ്മൾ പ്രൊമോഷൻ ചെയ്തില്ലേ? അമ്മച്ചിയുടെ ഒരു ആഗ്രഹം ആയിക്കോട്ടെ. അമ്മച്ചിക്ക് അവസാന ആഗ്രഹമായിട്ട് ഇത് തന്നെ അങ്ങ് സാധിച്ചു കൊടുത്ത്. ചെറുമോള് പ്രൊമോഷൻ ചെയ്തങ്ങ് കൊടുത്ത്. അമ്മച്ചിയും പ്രൊമോട്ട് ചെയ്ത് ഡെർമഡോക്കിനെയും പ്രൊമോട്ട് ചെയ്ത്. ഡെർമഡോക്കിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രൊമോഷൻ. പിന്നെ അല്ലാണ്ട് ഈ കുടുംബത്തിൽ ഒരെണ്ണത്തിന് പോലും വിവരം ബോധം പൊക്കണം ഒരു തേങ്ങയുമില്ല. ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും മറിച്ചുകൊണ്ട് വന്നത് കൊണ്ടാ ഏതെടുത്താലും അതിനനുസരിച്ച് പല അവസ്ഥകൾ വരും. പക്ഷെ അമ്മ മരിച്ച അന്നേരം ചെയ്യണമെന്ന് വെച്ചിട്ട് ഇരുന്നപ്പോ പിറ്റേ ദിവസത്തേക്ക് അതെ അതെ, അത് ന്യായം. മരിച്ച അന്ന് ചെയ്യണമെന്ന് വെച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അന്ന് വിട്ട് അമ്മച്ചി മരിച്ചല്ലേ, അതുകൊണ്ട് അടുത്ത ദിവസം ചെയ്തോളൂ. മനസ്സിലായി, അത്രേ ഉള്ളൂ. അന്ന് ചെയ്യണമെന്നാണ് പൊന്നൂസ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് തന്നെ ചെയ്യണം. അമ്മച്ചി ഇപ്പുറത്ത് കിടക്കുമ്പോൾ അമ്മച്ചിയുടെ ഫോക്കസ് വെച്ചും കൊണ്ട് നമുക്ക് അന്ന് തന്നെ ഡെർമട്ടോക്കെ എടുത്തിട്ട് തേച്ചിട്ട് അമ്മച്ചിക്കും കുറച്ച് തേച്ച് കൊടുത്തിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ പിന്നെ വിട്ട് അമ്മച്ചിക്ക് ഇനിയിപ്പോൾ ലിപ് ബാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസത്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ചെയ്തെന്നാണ് നമ്മുടെ ലൈറ്റ് ചേച്ചി പറയുന്നത്. മോള് കില്ലാടി തന്നെ. അയ്യോ, ഒന്നും പറയാനില്ല. ഞങ്ങളുടെ ജീവിതമാർഗമാണ് അത്. നമ്മളത് ഒരു പരസ്യം നമ്മൾ ക്യാൻസൽ ആയി പോയി പിന്നെ നമുക്ക് അത് കിട്ടില്ല. അതെ, അമ്മച്ചി മരിച്ചു കിടന്നാൽ എന്ത്, നമുക്ക് നമ്മുടെ പ്രൊമോഷൻ കിട്ടിയില്ലേ? ഇനി അത് ഇങ്ങാണ്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമ്മുടെ ജീവിത മാർഗമാണ്. നാളെ നിങ്ങൾ ആരെങ്കിലും തട്ടിപ്പോയാലും മോൾ ഇതുപോലെ തന്നെ ചെയ്യും. അതിനുള്ളൊരു വളമാണ് നിങ്ങൾ വച്ചു കൊടുക്കുന്നത്. ഇതിനേക്കാളും നല്ലത് തൂറ് തിന്നണമായിരുന്നു, അല്ലെങ്കിൽ പിച്ച എടുത്ത് തിന്നണമായിരുന്നു. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ രക്തബന്ധങ്ങളുടെ വില പോലും മനസ്സിലാക്കാണ്ട് ചെയ്യുന്ന ഒരു തന്തയില്ലായ്മ. അല്ലാണ്ട് ഇതിന് എനിക്കൊന്നും പറയാനില്ല. അതെ, ചേട്ടൻ ഇത്രയും കാലം ഉണ്ടാക്കി പൈസ ഒന്നും കൊണ്ട് തികയുന്നില്ല. അമ്മച്ചി മരിച്ച അത് അടുത്ത ദിവസം തന്നെ, അത് അന്ന് ചെയ്യാനിരുന്നതാണ്. പിന്നെ പൊട്ടെന്ന് വെച്ചിട്ട് അടുത്ത ദിവസം ചെയ്തു. അത്രയ്ക്ക് നിങ്ങൾക്ക് പൈസയ്ക്ക് അറ്റ് കിടക്കുകയാണ്. നല്ലതാണ്, നല്ലത്. നാളെ നിങ്ങളാരെങ്കിലും തട്ടിപ്പോകുമ്പോഴും മോൾ ഇതുപോലെ വീഡിയോ ചെയ്യും. അന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഒരാളെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മറ്റേ ആൾ കൈയടിച്ചങ്ങ് പ്രോത്സാഹിപ്പിക്കണം. അത്രയും നല്ല ക്വാളിറ്റിയാണ്. മോളെ നീ ചെയ്തോടി, അങ്ങേര് തട്ടിപ്പോയി അല്ലെങ്കിൽ അവർ തട്ടിപ്പോയി, ഇപ്പോൾ അടിക്കണ്ട, മോള് വീഡിയോ ചെയ്തോ കേട്ടോ. ഈ സെറ്റപ്പ് ആയിരിക്കണം. അടിപൊളി കുടുംബം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരെണ്ണത്തിന് പോലും ആ കുടുംബത്തിൽ ബോധം പൊക്കണം. ലെവലേശം ഒരു ഉളുപ്പ് പോലും ഇല്ല. ഇഷ്ടം ഒന്നും വീഡിയോ ഇടാനില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്മാറിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അതെ അതെ അതെ, പിന്മാറിയിരിക്കാനൊന്നും അവർക്ക് പറ്റത്തില്ല. വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഉപ്പുമുളക് ലൈറ്റ് ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടി പൊന്നൂസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള. പൊന്നൂസിന് വീഡിയോ എടുക്കാതെ ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. എടുത്തേ പറ്റത്തുള്ളൂ, ഇട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പൊന്നൂസ് വീഡിയോ ഇട്ടിട്ടുള്ള. സുഹൃത്തുക്കളെ, നിങ്ങൾ വേറെ ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്ക് നമ്മുടെ ജീവിത മാർഗമാണ്. ഒരു ആഡ് വിട്ടു കൊടുത്തെന്ന് വെച്ചിട്ട് നിനക്കൊക്കെ എന്നാ നഷ്ടമാവണ്ട? ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മച്ചിയുടെ മരണമോ വലുത്, ലക്ഷങ്ങളോ വലുത്. സ്വാഭാവികമാണ്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഇനി കുറച്ച് കമൻറ്റ്സ് ചെയ്യാന്ന് വായിച്ചിട്ടുണ്ട്. ഇതിൽ പൊന്നൂസ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമൻറ്റ് ഞാൻ വായിക്കാം. അഞ്ജിത ദേവൻ, ആരുടെ അത്? ഇതാണ് ആ പെണ്ണ് കേട്ടോ. ക്ലാരിറ്റിയിലുള്ള ക്ലാരിറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അവളെ സൂം ചെയ്ത് കാണിച്ചത് എനിക്ക് അവളെ കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. കമ്പനിയുമായി കോൺട്രാക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡേയ്സിനുള്ളിൽ തന്നെ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് വീഡിയോ അയച്ചു കൊടുക്കണം. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് ഗോയ്സ്. ഈ പറഞ്ഞ മോളുണ്ടല്ലോ, മോളുടെ വീട്ടിൽ ആരെങ്കിലും തട്ടിപ്പോയി ചത്തു കിടക്കുന്ന സമയത്ത് മോൾ ഇതുപോലെ ജോലിക്ക് പോകുമോ? അല്ലെങ്കിൽ മോളുടെ കോൺട്രാക്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് ഒപ്പിട്ടിട്ട് മോള് അത് ചെയ്തു കൊടുക്കും. മോളുടെ വീട്ടിൽ മോൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും തട്ടിപ്പോയി പാവിച്ച് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത ദിവസം മോൾ ഈ പരിപാടി ചെയ്യും. അല്ലെങ്കിൽ പോട്ട് മോളുടെ വീട് മോൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും തട്ടിപ്പോയ മോൾ ഇമാതിരി കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോൾ ചെയ്യുമോ?
എനിക്ക് നിന്റെ കമന്റ് കണ്ടപ്പോൾ എനിക്ക് അത്രയും ചൊറിഞ്ഞു. അതുകൊണ്ടാണ് മരിച്ച വീട്ടിൽ പോയിട്ട് പ്രൊമോഷൻ ചെയ്യാൻ കാലം പോയ പോക്കെ. അതെ, ഇനി അമ്മച്ചിയും കൂടി ഒന്ന് പ്രൊമോഷൻ ചെയ്യണമായിരുന്നു കേട്ടെ, അതും കൂടി ചെയ്യണമായിരുന്നു. പൂജ നടത്തിയ സ്വാമിയെയും എല്ലാവരെയും കൂടിയൊക്കെ ഒന്ന് പ്രൊമോഷൻ ചെയ്ത് വിടണമായിരുന്നു. അമ്മാതിരി സാധനമല്ലേ ഈ വീഡിയോ കാണുന്ന ഇവരുടെ മറ്റു ബന്ധുക്കാർ. ഇതിനേക്കാളും നല്ലത് നീയൊക്കെ ആ മരണത്തിന് പോകാതെ ഇരിക്കുന്നതായിരുന്നു ബെറ്റർ. സത്യം, എന്തിനാണ് നീയൊക്കെ കെട്ടി എഴുന്നള്ളി ആ മരണത്തിന് പോയത്, ആ മരണ വീട്ടിൽ പോയത്? ആ മരണ വീട്ടിൽ ആ ഒരു മരിച്ചു കിടക്കുന്ന ആളിന് പോലും ബഹുമാനം കൊടുക്കാത്ത, അല്ലെങ്കിൽ ഒരു അവസാന സമയത്ത് ഒരു റെസ്പെക്ട് പോലും കൊടുക്കാണ്ട് നീയൊക്കെ എന്തിനാണ് കെട്ടി വലിഞ്ഞ് അങ്ങോട്ട് പോയതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിനേക്കാളും നീയൊക്കെ പോകാൻ പാടില്ലായിരുന്നു. അവർ ആര് മരിച്ചാലും പ്രൊമോഷൻ തന്നെ. അതെ, ആര് മരിച്ചാലും പ്രൊമോഷൻ തന്നെ. നാളെ സ്വന്തം തന്ത എത്താലും ഇതിനെ അവൾ ചെയ്യും. ഇനി ഈ ക്ഷീണം തീർക്കാൻ ഒരു 1 വീക്ക് കഴിഞ്ഞ് ശോഭയിൽ ആഘോഷം. ശോഭയിൽ ആഘോഷം. ഓക്കെ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന കുറെ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. കഷ്ടം. ഇവളുടെയൊക്കെ പ്രൊമോഷൻസ് കണ്ടും ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇവളെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഇവളുടെയൊക്കെ വ്യൂവർഷിപ്പ് ആയിട്ടുള്ള ആൾക്കാരെ വേണം ആദ്യം മടൽ വെട്ടി അടിക്കാൻ. മനസ്സിലായോ? എനിക്കിത് പലരും അയച്ചു തന്നിട്ടാണ് ഞാൻ ഈ കണ്ടന്റ് കാണുന്നത്. പലരും ഇത് അയച്ചു തരുന്നുണ്ട്. ഈ ഊളകളെ സപ്പോർട്ട് ചെയ്യുന്ന ഊളന്മാരോടും ഊളത്തികളോടും എനിക്ക് പറയാനുള്ള ഉളുപ്പില്ലേ. അൺസബ്സ്ക്രൈബ് ചെയ്ത് വീടുകളിൽ തിരിച്ചു പോകും. എന്തിനിതിനെയൊക്കെ എന്തുവാണ് അതൊക്കെ കാണിക്കുന്നത്? ഇതുവരെ നെഗറ്റീവ് ഒന്നും പറയാൻ തോന്നിയിട്ടില്ല. പക്ഷെ പൊന്നു, വേറെ എന്തെങ്കിലും രീതിക്ക് ചെയ്യാമായിരുന്നു ഈ പ്രൊമോഷൻ. ഈ രീതി ശരിയായില്ല. കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. അച്ഛാമ്മയുടെ മരണം പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ. സത്യം, ഉളുപ്പില്ലാത്ത വർഗം. ആദ്യം തന്നെ ഡെർമഡോക്ക് അല്ല ഡെർഡോക്ക്, പിന്നെ എന്തോ നിറക്കമടിയ അല്ല നിറക്കമടിയ, പിന്നെ ഷീ ബട്ടർ അല്ല ഷീ ബട്ടർ, ഒന്നും അറിയില്ല, എവിടെയോ എഴുതി വെച്ച് വായിക്കുന്നു. അത് കൺഫേം അല്ലേ? അല്ലാണ്ട് ഇതിന് വല്ല കോപ്പ് പറയാവോ? ആദ്യം തന്നെ ഡെർമോഡോക്കല്ല, അത് വായിച്ചു നോക്കാം. ബെസ്റ്റ്. അച്ചാമ്മ മരിച്ചതിന്റെ സങ്കടത്തിൽ 2 പ്രൊമോഷൻ ഇരിക്കട്ടെ. മരിച്ച വീട്ടിലാണ് ബ്ലഷും ടിൻഡും ലിപ്ബാമും ഒക്കെ ഇട്ടിരിക്കുന്നത്. ഇതുങ്ങളെ എല്ലാം തലയ്ക്ക് വട്ട. അച്ചാമ്മയുടെ പേരും പറഞ്ഞ് പ്രൊമോഷൻ. കഷ്ടം. സത്യം പറഞ്ഞല്ല, ഊളുപ്പില്ലാത്ത വർഗങ്ങള്, വിവരവും ബോധവും പൊക്കണവും ഇല്ലാത്ത എവിടെയൊക്കെ കിടന്ന കുറെ വേട്ടവാളിയന്മാരും വേട്ടവാളത്തികളും. അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഇത്രയും വൃത്തികെട്ട ജന്തുക്കളായി പോലെ മരണ വീട് ആഘോഷ വീടാക്കി പ്രൊമോഷൻ ആക്കി മാറ്റിയ കുറെ മൊണ്ണകളും മൊണ്ണത്തികളും. 10 പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ എന്നാ ഗീതത്തിനാണ് ഇത് വെച്ചോണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ദേഷ്യം തോന്നി കണ്ടപ്പോൾ. മരിച്ചു കിടക്കണം, ഇപ്പുറത്ത് പ്രൊമോഷൻ ഉണ്ടാക്കണം, കോപ്പിലെ പരിപാടി. നിനക്കൊക്കെ നാണല്ലേ? നിങ്ങൾക്ക് എന്തിനാ മരണം വീട്ടിൽ പോകാതിരുന്ന പോലെ? നിന്റെ വീട്ടിൽ നിന്ന് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയായിരുന്നല്ലോ. അയ്യോ ഇഷ്ടം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്. ചിലപ്പോൾ ഇപ്പം വരും, അയ്യോ എൻ്റെ പൊന്നുവിനെ പറഞ്ഞ്, എൻ്റെ കുഞ്ഞിനെ പറഞ്ഞ്, എൻ്റെ കെണ്ടിയെ പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഇപ്പം കെട്ടിയിരുന്നല്ലേ വരും. ബായ് ഇങ്ങോട്ട് അടിവാ, ഞാൻ റിപ്ലൈ തരാം. പുതിയൊരു വീഡിയോ ഇട്ടാണ്. ബൈ.